സമയം ഈ ലോഡ് ഷെഡിംഗ് എന്ന് ചോദിച്ച പരസ്യത്തിന്റെ ചൂടാറും മുമ്പ് കേരളത്തിൽ ആരും അറിയാതെ ലോഡ് ഷെഡിംഗ് തുടങ്ങിക്കഴിഞ്ഞു. ചൂട് കനത്തതോടുകൂടിയാണ് കേരളത്തിലെ വൈദ്യുതിയുടെ ഉപയോഗം 10 മടങ്ങ് വർദ്ധിച്ചത്. അത് എക്കാലത്തിലെയും ഏറ്റവും വലിയ നിരക്കായ 117 ദശലക്ഷം എത്തിയതോടെയാണ് നാട്ടുകാരെ അറിയിക്കാതെ സർപ്രൈസായി ഇടയ്ക്കിടയ്ക്കുള്ള കറണ്ട് കെട്ട് തുടങ്ങിയിട്ടുള്ളത്. ഏകദേശം 15 മിനിറ്റാണ് രാത്രി സമയത്ത് ലോഡ് ഷെഡിംഗ് നടത്താനാണ് ഇപ്പോൾ KSEB വാക്കാൽ നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഇതുവരെ ലോഡ് ഷെഡിംഗ് തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ ഉള്ളത് വൈദ്യുത പ്രതിസന്ധി നേരിടാൻ വേണ്ടിയിട്ടുള്ള ചില നിർദ്ദേശങ്ങളും ക്രമീകരണങ്ങളും നടത്തുകയാണ് എന്നാണ് അധികൃതർ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. അതേ സമയത്ത് തന്നെ വേനൽക്കാലത്തെ KSEBയുടെ തയ്യാറെടുപ്പിലെ പോരായ്മകളെ വൈദ്യുത റെഗുലേറ്ററി കമ്മീഷൻ പരാമർശിക്കുകയും ചെയ്യുകയുണ്ടായി. വേനലിന് മുൻപ് ബാറ്ററി സ്റ്റോറേജ് നിലയങ്ങൾ ഒരുക്കുകയായിരുന്നു എങ്കിൽ പകൽ വൈദ്യുതി സറണ്ടർ ചെയ്യാതെ അത് ശേഖരിക്കാൻ കഴിയുമായിരുന്നു. ഒപ്പം മറ്റ് സംസ്ഥാനങ്ങളുമായി കൈമാറ്റ കരാർ ഉണ്ടാക്കാൻ KSEBക്ക് കഴിയാതെ പോയതിനെ കുറിച്ചും ഒക്കെയാണ് ഈ റെഗുലേറ്ററി കമ്മിറ്റി വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. വേനൽ ചൂടിന്റെ ഒപ്പം വാം നൈറ്റുകളും മനുഷ്യരുടെ സ്വൈര്യം കെടുത്തുന്ന സമയത്താണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥ വന്നിട്ടുള്ളത്. രാത്രി കാലങ്ങളിൽ കണക്കിൽ കൊള്ളുന്ന ഈ 15 മിനിറ്റിന്റെ ഒപ്പം തന്നെ കണക്കിൽ കൊള്ളാത്ത വേറെയും കറണ്ട് പോക്കുകളുണ്ട്. അല്ലാതെ തന്നെ കൊടും ചൂടിൽ നട്ടം തിരിഞ്ഞ് ഒന്ന് ഉറക്കം പിടിച്ച് വരുമ്പോഴുള്ള ഇരുട്ടടിയായ കറണ്ട് പോക്ക് വലിയ ക്രൂരതയാണ് സാധാരണ ജനങ്ങളോട് ചെയ്യുന്നത്. ഇതിൽ സാധാരണ ജനങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്നത് പീക്ക് അവേഴ്സ് ആണ്. ആ അവേഴ്സിൽ കഴിവതും വൈദ്യുത ഉപയോഗം കുറയ്ക്കുക എന്നതാണ് ചെയ്യാനുള്ളത്. വൈകുന്നേരം 6 മണി മുതൽ 11 മണി വരെയെങ്കിലും പമ്പ് സെറ്റ്, ഇൻഡക്ഷൻ സ്റ്റൗവ്, വാട്ടർ ഹീറ്റർ, ഇസ്തിരിപ്പെട്ടി, വാഷിംഗ് മെഷീൻ, AC മുതലായ വൈദ്യുതി കൂടുതൽ ആവശ്യമുള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാതെ ഇരിക്കാൻ ശ്രമിക്കുക. അനാവശ്യമായി ലൈറ്റും ഫാനുകളും ഇട്ട് ഉള്ള വൈദ്യുതി ക്ഷാമത്തെ കൂട്ടാതിരിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇനിയും ചൂട് ഇത്തരത്തിൽ നിലനിൽക്കുകയോ കൂടുകയോ ചെയ്യുകയാണെങ്കിൽ 30 മിനിറ്റിലേക്ക് വരെ പവർ കട്ട് പോകാം എന്ന സാഹചര്യത്തിൽ ഒരു പരിധി വരെ നമുക്ക് നേരിടാൻ സാധിച്ചെന്ന് വരും. എല്ലാവരും ഉള്ളും പുറവും ഒരേപോലെ പുകയുന്ന ഈ ചൂടിൽ നിന്ന് മാക്സിമം അകലം പാലിക്കുക, മാക്സിമം സേഫ് ആയിരിക്കുക.